കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ഡി കോഡ് ആദ്യം പോകുന്നത് അതിലേക്ക് തന്നെയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി. ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കുവാനും സുരക്ഷിതമായി സൂക്ഷിക്കുവാനും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ താഴെ തട്ടിലുള്ളവർ മാത്രമല്ല, മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരും അന്വേഷണ പരിധിയിൽ വരണമെന്നും, സ്വർണം പൂശിയ ശേഷം നിറം മങ്ങിയപ്പോൾ ടെൻഡർ പോലും വിളിക്കാതെ പോറ്റി ഏൽപ്പിച്ചു, ഇത് ദുരൂഹമാണെന്നും 2019 സ്വർണം പൂശി കൊണ്ടുവന്നപ്പോൾ തിരുവാഭരണം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ല എന്നും കോടതി നിരീക്ഷിച്ചു. നമുക്ക് വിശദമായി തന്നെ നോക്കാം കോടതിയുടെ സംശയങ്ങൾ എന്തെല്ലാം എന്ന് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. കോടതിയുടെ സംശയങ്ങൾ ഇതാണ്. 2024 സ്വർണ്ണപ്പാളികൾ കേടുവന്നതിൽ കോടതിക്ക് സംശയമുണ്ട്. അതായത് ഹൈക്കോടതിക്ക് പ്രധാനമായും 2024 എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളികളിൽ കേട് വന്നത് എന്നുള്ള ഒരു സംശയം ഹൈക്കോടതിക്കുണ്ട്. അടുത്തതായി ഹൈക്കോടതിയുടെ സംശയം എന്ന് പറയുന്നത് 2019 തട്ടിപ്പിന്റെ തുടർച്ചയാണോ ഈ ശ്രമം എന്നുള്ളതാണ്. അതായത് 2019 തട്ടിപ്പിന്റെ ബാക്കിയാണോ 2025 ഈ ശ്രമം എന്നുള്ള സംശയമുണ്ട്. മറ്റൊന്ന്, ഹൈക്കോടതി ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം വലിയ രീതിയിൽ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ശില്പപാളികളും താങ്ങുപീഠവും കൈമാറാൻ ദേവസ്വം ബോർഡ് നിലപാടെടുത്തു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശില്പപാളികളും താങ്ങുപീഠവും കൈമാറാൻ തിരുവാഭരണ കമ്മീഷൻ നിലപാടെടുത്തു. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതായും തിരുവാഭരണ കമ്മീഷണറുടെ പരാമർശമുണ്ട് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. മറ്റൊന്ന്, 2025 സെപ്റ്റംബർ 3 തീരുമാനമാണ്. 2025 സെപ്റ്റംബർ 3 ബോർഡ് തീരുമാനം ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നും 2019 സ്വർണ്ണ നഷ്ടം പരിശോധിക്കാതെയാണ് പോറ്റിക്ക് വീണ്ടും പാളികൾ നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നതും എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ കോടതി നൽകുകയാണ്. ശില്പപാളികൾ 2025 പോറ്റിക്ക് നൽകാനുള്ള ഒരു ശ്രമം കൈമാറാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്നും ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാത്തതും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതും ഇതിന്റെ ഭാഗമെന്നുമാണ് കോടതിയുടെ ഒരു പരാമർശം. ദേവസ്വം കമ്മീഷണറുടെ നിലപാട് മാറ്റത്തിൽ സംശയമുണ്ട് ഹൈക്കോടതിക്ക്. പോറ്റിക്ക് പാളികൾ നൽകാമെന്ന ദേവസ്വം കമ്മീഷണറുടെ നിലപാട് മാറ്റം സംശയകരമാണെന്നാണ് ഹൈക്കോടതി പറയുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബോർഡ് നേതൃത്വത്തിൽ ഒഴിഞ്ഞു മാറാനാകില്ല എന്നും സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതരെ കണ്ടെത്തണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. ഗൂഢാലോചന സംശയിക്കാനുള്ള കാരണങ്ങൾ ഹൈക്കോടതിക്കുണ്ട്. ആ കാരണങ്ങൾ ഇവയാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ സബ് ഗ്രൂപ്പ് മാനുവൽ ലംഘിച്ച് സംശയാസ്പദമായ സാഹചര്യങ്ങളുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉദ്യോഗസ്ഥർ തന്നെ വിലവെടുപ്പുള്ള സ്വർണ്ണപ്പാളികൾ കൈമാറി. 30 കിലോ സ്വർണമുള്ള വിഗ്രഹങ്ങളെ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തി. 40 വർഷം വാറണ്ടിയുണ്ട്. എന്നിട്ടും 2024 വിഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. സ്വർണ്ണപ്പാളി ഇളകി 2025 വീണ്ടും അതേ പോറ്റിക്ക് തന്നെ ഇത് കൈമാറി. 2019 ക്രമക്കേട് മറച്ചുവെക്കാനായിരുന്നു ഇത്തരം നീക്കങ്ങൾ. സന്നിധാനത്ത് തന്നെ ഇത്തരം പണികൾ വേണമെന്ന ക്ഷേത്രം തന്ത്രി നിർദ്ദേശം നൽകി. ഇത് അവഗണിച്ചു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണ്ണപ്പണിക്കുള്ള സാങ്കേതിക വൈദഗ്ധ്യം ദേവസ്വം കമ്മീഷണർക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. വളരെ വൈകാതെ തന്നെ 7 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഈ നിലപാടുകളെല്ലാം മാറി. പണികൾ സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താൽപര്യപ്രകാരം പണികൾ വേഗത്തിൽ തീർക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശിച്ചു എന്നും വീണ്ടും കത്ത്, അതായത് 2025 വീണ്ടും പാളികൾ കൈമാറിയപ്പോൾ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണമെന്ന 2023 ഉത്തരവ് അവഗണിച്ചു എന്നുമാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്. അങ്ങനെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ ഗൗരവത്തോടെയുള്ള നിരീക്ഷണമാണ്. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിയും. സസൂക്ഷ്മം വിലയിരുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ദേവസ്വം ബോർഡിനും രൂക്ഷമായ വിമർശനമാണ് കോടതി ഇന്ന് ഉന്നയിച്ചത്. അപ്പോൾ കോടതിയിലെ ഇന്നത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിലയിരുത്തലുകൾ എന്തൊക്കെയായിരുന്നു? മറ്റു വിശദാംശങ്ങൾ എന്താണ് മുസ്തഫ? അജി, നമുക്ക് ഈ ടൈം ലൈൻ ഒന്ന് ആദ്യം പരിശോധിക്കാം. ജൂലൈ 2019 അന്ന് ഈ സ്വർണ്ണപാളികൾ നിയമവിരുദ്ധമായി അവിടുന്ന് ഇളക്കുകയും പിന്നീട് സ്വകാര്യ വ്യക്തിക്ക് കൈമാറുകയും ചെയ്തു.
2019 സെപ്റ്റംബറിൽ അവ തിരികെ കൊണ്ടുവന്ന് രേഖകളില്ലാതെ കൃത്യമായി അതിന്റെ അളവ് ഉൾപ്പെടെ പരാമർശിക്കാതെ അവ തിരികെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വീണ്ടും 2024 അന്ന് 40 വർഷമാണ് ഈ 2019 നിർമ്മാണ പ്രവർത്തികൾക്ക്, നവീകരണ പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഒരു വാറണ്ടി സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നത്. ആ വാറണ്ടി ഉണ്ടായിരുന്നിട്ട് പോലും സ്വർണം ഇളകി മാറി അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള ചെമ്പിന്റെ നിറം പുറത്തു കാണാൻ തുടങ്ങി. 2025 നേരത്തെ നൽകിയ ഈ സംശയാസ്പദമായ സാഹചര്യം ഉണ്ടായിട്ടും ആർക്കാണോ അത് നൽകിയത്, അന്ന് നൽകിയ അതേ ആൾക്ക് തന്നെ വീണ്ടും ഇത് നൽകാൻ തീരുമാനിച്ചു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് 2019 നടത്തിയ ഈ ഒരു അനധികൃതമായ നവീകരണ പ്രവർത്തികൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ, അത് അന്നുണ്ടായ തട്ടിപ്പ് മറയ്ക്കുന്നതിന് വേണ്ടി 2024 വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചില ന്യൂനതകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നീട് വീണ്ടും 2025 തന്നെ അതേ വ്യക്തിക്ക് ഇത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ ബോർഡ് തീരുമാനിച്ചു എന്നുള്ളതാണ് ഗുരുതര പരാമർശം. ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ ചില ഗുരുതര പരാമർശങ്ങളുണ്ട്. അത് നമുക്കറിയാം, PS പ്രശാന്താണ് നിലവിലെ അല്ലെങ്കിൽ ഈ 2025 കാലത്തിലെയൊക്കെ ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ഭരണസമിതിയെ കുറിച്ചല്ല ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ എന്നാണ്. പക്ഷേ ഇന്നത്തെ ഉത്തരവിൽ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട് 2024 അല്ലെങ്കിൽ 2024 ഇതുമായി ബന്ധപ്പെട്ട ഈ ന്യൂനതകൾ 2019 സ്വർണം പൂശിയ സ്വർണ്ണപാളികൾക്ക് ചില കേടുപാടുകൾ ഉണ്ട് എന്ന് 2024 ബോധ്യപ്പെടുന്നു. പിന്നീട് 2025 ഓഗസ്റ്റ് മാസത്തിൽ തിരുവാഭരണ കമ്മീഷണർ ഒരു നിലപാടെടുക്കുകയാണ്. അതായത് ഈ സ്വർണ്ണപാളികൾ കൊണ്ടുപോയ, നേരത്തെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിന് ഇത്തരം പണികളിൽ വേണ്ടത്ര വൈദഗ്ധ്യമില്ല, അവർക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നു. പക്ഷേ 7 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നിലപാട് മാറി. അദ്ദേഹം പറയുന്നത് മറ്റൊരു കത്തിൽ, അദ്ദേഹം കത്തിടപാടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഈ 2 ഡേറ്റും കത്തിടപാടുകളും ഒക്കെ ഹൈക്കോടതി സൂചിപ്പിക്കുന്നുണ്ട്. 7 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ കത്തിടപാടിൽ അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താല്പര്യത്തിനനുസരിച്ച് ഈ നവീകരണ പ്രവർത്തികൾ, അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കണമെന്ന് ആ കത്തിൽ പരാമർശമുണ്ട്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് ആ കത്തിൽ വ്യക്തമാണ്. മാത്രമല്ല തൊട്ടടുത്ത ദിവസം 21 ഓഗസ്റ്റ് മാസം 21 നടത്തിയ യോഗത്തിൽ, ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ ഇത് സ്ഥിരീകരിക്കുന്ന രൂപത്തിൽ ഇവ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനും ആ യോഗം തീരുമാനിച്ചു. അതായത് നിലവിലെ ബോർഡിനും നിലവിലെ ബോർഡ് പ്രസിഡന്റിനുമെതിരെ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടാകുന്നു. മാത്രമല്ല കോടതി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇതൊരു വലിയ ഗൂഢാലോചന, ഒരു ലാർജർ കോൺസ്പിറസി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പോയിന്റുകൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. മാത്രമല്ല ഇതിങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകരുത്. മാത്രമല്ല ഒരു കാര്യം, ഒറ്റ കാര്യം, 2018-19 ക്ഷമിക്കണം 1998-99 കാലത്ത് അന്ന് 30 കിലോ സ്വർണം UB ഗ്രൂപ്പ്, വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ഇതിൽ പൂശിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപാളികൾ പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് രേഖപ്രകാരം ശബരിമലയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യം മഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പ് എന്നാണ്. ഇത് ബോധപൂർവമായ ശ്രമം ആണെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. മാത്രമല്ല തന്ത്രി ഇടക്കാലത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നാണല്ലോ, അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല, ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ, പ്രത്യേകിച്ച് ദേവസ്വം മാനുവലിന്റെ സബ് ഗ്രൂപ്പ് മാനുവലിന്റെ കാര്യത്തിൽ ഇത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, സന്നിധാന പരിസരത്ത് വെച്ച് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം. അങ്ങനെ തന്ത്രി ഒരു നിലപാടെടുത്തപ്പോൾ അതും അവഗണിക്കപ്പെട്ടു. അങ്ങനെ സകലമാനമായ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഒക്കെ അവഗണിച്ച് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൈമാറി എന്നുള്ളത് അങ്ങേയറ്റം ദുരൂഹതയും സംശയമുള്ളതുമാണ് എന്നാണ് ഹൈക്കോടതിയുടെ പുതിയ ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സമഗ്രമായ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു ചെയിനാണ്, വലിയ സംഘം ഉൾപ്പെട്ട ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പക്ഷേ ഇതിന്റെ ഇങ്ങേ തലക്കിലുള്ള ഒരു ചെറിയ ഒരു സ്രാവ് ആയിരിക്കാം, പക്ഷേ ഇതിന്റെ വൻ സ്രാവുകളെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ഹൈക്കോടതി ഇന്നത്തെ ഉത്തരവിൽ SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നിന്റെ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളാണ് ഹൈക്കോടതി വരുത്തിയിരിക്കുന്നത്. നിലവിൽ 23/25 എന്ന് പറയുന്ന ഒരു SSCR ഉണ്ട്, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ഹൈക്കോടതിയുടെ ഒരു സുവമോട്ടോ പ്രൊസീഡിംഗ്സ് ആണ്. പക്ഷെ അത് തിരുത്തിക്കൊണ്ട് ഹൈക്കോടതി പുതിയ ഒരു പെറ്റീഷൻ റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതായത് സ്മാർട്ട് ക്രിയേഷൻസും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതിൽ നിന്ന് ഒഴിവാകും. കോടതി നടപടികൾ അടച്ചിട്ട മുറിയിലാണ്. അതുകൊണ്ട് ഇതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസിൽ ഇനി ഈ രണ്ടുപേരും കക്ഷികളല്ല. സ്വാഭാവികമായും അത്തരം വിവരങ്ങൾ, കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളൊന്നും അവർക്ക് ലഭ്യമാകുകയുമില്ല.
പക്ഷേ സമഗ്രമായ അന്വേഷണം വേണം. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അടിയന്തരമായി പിടിച്ചെടുക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം രേഖകൾ കൂടി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ മിനിറ്റ്സ് ബുക്കിൽ ഉൾപ്പെടെ കൃത്രിമം നടത്താനുള്ള സാധ്യതയും ഹൈക്കോടതി മുന്നിൽ കാണുന്നുണ്ട്. അജി, ഒപ്പം തന്നെ മുജീബ് ഭായ്, ഈ കേസ് നമുക്കറിയാം, ഹൈക്കോടതിയുടെ മുൻപിലേക്ക് ഈ കേസ് വരുമ്പോൾ ഈ കേസ് തുടങ്ങിയ അന്ന് മുതൽ തന്നെ, വാദമുഖങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തുന്നുണ്ട്. മറ്റൊന്ന്, SIT അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുജിതബ തന്നെ പകൽ സമയങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അടച്ചിട്ട മുറിയിലായിരുന്നു SIT സംഘത്തെ അകത്തോട്ട് വെളിപ്പിക്കുകയും വാദപ്രതിവാദങ്ങളൊക്കെ നടന്നത്. മറ്റൊന്ന്, ഈ SIT സംഘത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്, അവരുടെ അന്വേഷണത്തിൽ തൃപ്തരാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മുജിതബ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോടതി റിപ്പോർട്ട് ചെയ്യുന്ന, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വാദമുഖ രീതിയല്ലേ ശരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടക്കുന്നത്? പ്രധാനപ്പെട്ട ചില കേസുകളിൽ ആ കേസിന്റെ സ്വഭാവം അനുസരിച്ച്, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ രഹസ്യ സ്വഭാവം പുറത്തു പോകാതിരിക്കാൻ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ പല വിചാരണ നടപടികൾ ഉണ്ടാകാറുണ്ട്. അത് വിചാരണ കോടതികളാണ് സാധാരണ ഉണ്ടാവുക. ഹൈക്കോടതിയിൽ അങ്ങനെ അത്യപൂർവമായ സ്വഭാവത്തിലാണ് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക. ഇന്നിപ്പോ ഈ കേസിൽ ഇന്നലെ വൈകുന്നേരം ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ രജിസ്ട്രാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. ഇന്നു മുതൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിരിക്കും എന്ന്. അതായത് സാധാരണഗതിയിൽ മറ്റു ആളുകൾ, ഈ കേസുമായി ബന്ധമില്ലാത്ത മുഴുവൻ ആളുകളെയും, അഭിഭാഷകരുൾപ്പെടെ, കോടതി മുറിയാകുമ്പോൾ ഒരുപാട് കേസുകൾ ലിസ്റ്റ് ചെയ്യുന്നതാണ്, ഒരുപാട് അഭിഭാഷകർ തിങ്ങി മുറഞ്ഞ കോടതി മുറികളാണ് നമുക്ക് സുപരിചിതം. പക്ഷേ ഇന്നിപ്പോ രണ്ടാമതായിരുന്നു ഹൈക്കോടതിയുടെ കോസ്റ്റ് ലിസ്റ്റിൽ ഈ കേസ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ആദ്യത്തെ പരിഗണനാ ലിസ്റ്റിൽ വരുന്നു. ഫസ്റ്റ് കോടതി തുടങ്ങുമ്പോൾ തന്നെ ഈ കേസ് എടുത്തതിന് ശേഷമാണ് മറ്റു കേസുകളിലേക്ക് പോയത്. സ്വാഭാവികമായും മറ്റു കേസുകൾക്ക് വേണ്ടി വന്ന അഭിഭാഷകരെ മുഴുവൻ കോടതി മുറിയിൽ നിന്ന് പുറത്താക്കി, ആർക്കും പ്രവേശനമുണ്ടായില്ല. ആകെ കോടതി മുറിയിൽ ഉണ്ടായിരുന്നത് ദേവസ്വം വിജിലൻസിന്റെ ഓഫീസറാണ്. ഒപ്പം തന്നെ SITയുടെ അന്വേഷണ സംഘത്തലവൻ ശശിധരൻ ഉൾപ്പെടെയുള്ള SIT ടീം അംഗങ്ങളാണ്. കോടതിയിലെ ജീവനക്കാരും ജഡ്ജിമാരും മാത്രം. ഡിവിഷൻ ബെഞ്ചാണ്, ദേവസ്വം ബെഞ്ചാണ്. രണ്ടുപേരുണ്ടായിരുന്നു, ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV ജയകുമാറും. ഈ രണ്ടുപേരും, അതോടൊപ്പം തന്നെ കോടതിയിലെ ജീവനക്കാരും SIT ഉദ്യോഗസ്ഥരും ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരും, ഇവർ മാത്രമാണ് കോടതി മുറിയിലുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഈ കേസിന്റെ മുൻകാലത്തിൽ 3-4 സിറ്റിംഗ് കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ്. അന്നില്ലാത്ത വിധം വളരെ രഹസ്യ സ്വഭാവത്തിലേക്ക് ഇത് പോകുന്നു. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ SSCR 23/25 എന്ന് പറയുന്ന കേസിന്റെ പുതിയ ഒരു കേസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട്, നേരത്തെ ആ കേസിൽ 7ാമത്തെ കക്ഷി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, 8ാമത്തെ കക്ഷി ഈ അറ്റകുറ്റപ്പണികൾ നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. അവർ രണ്ടുപേരെയും അധിക കക്ഷികളായി കോടതി നേരത്തെ തന്നെ ഇംപ്ലീഡ് ചെയ്തതാണ്. അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ കോടതി തീരുമാനിക്കുന്നു. കാര്യം അവരുടെ അഭിഭാഷകർ കൂടി ഈ കേസിൽ കോടതി മുറിയിലേക്ക് വരേണ്ടി വരും. അവരെ ഒഴിവാക്കുന്നു. പകരം പുതിയ ഒരു സുവമോട്ടോ പ്രൊസീഡിംഗ്സ്, പുതിയ ഒരു ഹർജി സ്വമേധയാ ഫയലിൽ സ്വീകരിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ 5-ാം തീയതിയാണ് പരിഗണിക്കുന്നത്, എപ്പോൾ പരിഗണിക്കുന്നുവോ അപ്പോഴൊക്കെ ഇൻ ക്യാമറ പ്രൊസീഡിംഗിനായിരിക്കും, അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സംസ്ഥാന പോലീസ് മേധാവി, അതോടൊപ്പം തന്നെ ദേവസ്വം ഉൾപ്പെടെയുള്ള കക്ഷികളെ കോടതി അധികമായി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തിട്ടുണ്ട്. അവർ മാത്രമായിരിക്കും സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇടപെടുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും. അതീവ ഗൗരവത്തോടെ കാണുന്ന ഒരു കേസ്. സ്വർണ്ണക്കൊള്ളയിൽ വലിയ സ്രാവുകൾ ഇനിയും ഉണ്ട് എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്. ആ വലിയ സ്രാവുകൾ ഇനിയും ഉണ്ട്. ഒരു ചെങ്ങലയുടെ ഇനി അറ്റത്തെ കണ്ണി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പഴുതുടച്ചുള്ള ഒരു അന്വേഷണമാണ് SIT സംഘം നടത്തുന്നത്.